ഈർഷ്യയും പിണക്കവും. ഇപ്പൊ ഇവിടെ ഇരുന്നൊരു സ്വയം പരിശോധന നടത്തി. നിലവിൽ എത്ര പേരുടെ പിണക്കുണ്ട്? നാളെ കഴിഞ്ഞ് കൂട്ടക്കർത്തമേശുള്ള എത്ര പേരുടെ പിണക്കുണ്ട്? മാക്സിമം പേര് വെട്ട. പിണക്കത്തിന്റെ ലിസ്റ്റ് കുറയ്ക്ക്. പോവാറായി, വണ്ടി വരാറായി. പിണക്കങ്ങൾ നിർത്ത. പകയും പിണക്കവും വിദ്വേഷവും വൈരാഗ്യവും പകയും അവസാനിപ്പിക്ക. കാഹളം ധ്വനിക്കേണ്ട സമയമായി. എന്തുവാ ക്ഷമിക്കാൻ മേലാത്ത കാര്യമുള്ളത്? മറ്റൊരാളെ വേദനിപ്പിക്കുവാൻ എങ്ങനെ കഴിയും? സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് സ്തുതിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ പിണക്കോ? വായിച്ചതായിട്ട്. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ശേഷം മനുഷ്യരെ പോലെയാ. മറ്റുള്ളവരിൽ നിന്ന് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. വായിച്ചോ. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ അപ്പൊ വളർന്നിട്ടില്ലെങ്കിലും എന്തുണ്ട്? ഗ്രൂപ്പിസം ഉണ്ട്. ഗ്രൂപ്പിന്റെ ആളാ. അപ്പൊ ആത്മീയമായ ആളുകൾ വളരരുത്. വളർന്നാൽ ഗ്രൂപ്പ് പൊളിയും. വളരരുത്, ആളുകൾ വളരരുത്. ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ പൊളിറ്റിക്സ് നടക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ പുറകിൽ ആരാന്നൂടെ പഠിച്ചോണം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് സ്വർഗത്തിൽ പോണെങ്കിൽ നീ ഒരു ഗ്രൂപ്പിന്റെ ആളാകരുത്. രഹസ്യത്തിലോ പരസ്യത്തിലോ നീ ഒരു ഗ്രൂപ്പിന്റെ ആളാകരുത്. എനിക്കത് വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. പൗലോസിന്റെ പക്ഷക്കാരനും പത്രോസിന്റെ പക്ഷക്കാരനും. അപ്പൊ ഇവർക്ക് ലീഡേഴ്സുമായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ടല്ലോ. അതുണ്ടായിട്ടല്ലെന്ന് ഇവർ അടിച്ചുവിടുന്നതായിരിക്കും ചിലപ്പോ, ഇവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉണ്ടല്ലേ കുറെ പേർക്ക് ജീവിക്കാൻ പറ്റും. അല്ലാതെ എല്ലാവരും വെച്ചു ആത്മീയരായ കുറെ പേര് എന്ത് ചെയ്യും? പെരുന്നാൾ സമയത്ത് കച്ചവടം കൊണ്ട് മാത്രം ജീവിക്കുന്നവൻ പെരുന്നാൾ വേണ്ടെന്നുള്ള പ്രസംഗം കണ്ട കല്ലെത്തെറിയില്ലേ? വേണ്ടേ? അല്ല പറ, ചോദ്യോത്തരത്തിന് നേരമില്ല. പെരുന്നാൾ കച്ചവടം കൊണ്ട് ജീവിക്കുന്നവൻ പെരുന്നാൾ നിന്നുപോയി എന്ന് പ്രസംഗിക്കുന്നവൻ എന്ത് ചെയ്യും? കല്ലെറിയും. കാരണം പെരുന്നാൾ നിന്ന് അവന്റെ കഞ്ഞുകൂടി മുട്ടിപ്പോകും. കേക്കാൻ ചെവിയുള്ളവ കേൾക്കണം. ഗ്രൂപ്പിസം അവസാനിച്ചാൽ ശുശ്രൂഷ തീരുന്നവരുണ്ടെന്ന് ക്ഷമിക്കണം. പക്ഷേ എന്തിനു വേണ്ടി സമുദായം വിട്ടു? എന്തിനു വേണ്ടി താലിമാല ഒട്ടിച്ചു? എന്തിനു വേണ്ടി സമ്പത്തുക്കളുടെ അവഹാരം സന്തോഷത്തോടെ സഹിച്ചു? നീ ആരുടെ ആളാ? പറ, നീ ആരുടെ ആളാ? പൗലോസ് ഗ്രൂപ്പിസത്തിന് സപ്പോർട്ടല്ല. പൗലോസ് പറയുന്നു, ഞങ്ങൾ ഏതുമില്ല, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നതോ ദൈവമത്രേ. ഈ പ്രസംഗം ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അവര് പകരം വീട്ടു, അവരെ കൊണ്ട് ചെയ്യാവുന്ന പോലെ. പക്ഷേ ദൂത് തന്നത് ദൈവമാണെങ്കിൽ പറയാതിരുന്നാൽ കുറ്റം എന്റെ മേൽ, പറഞ്ഞാൽ അതിന്റെ ബാക്കി ദൈവം ചെയ്തോളും. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഇതിനകത്തുന്ന ഒരു തലമുറയെ ദൈവം വേർതിരിക്കും. ഒരു ഗ്രൂപ്പിലും പെടാതെ കുരിശിൽ ചോര ഒഴുക്കിയ തമ്പുരാന്റെ ഗ്രൂപ്പിൽ നിൽക്കാൻ, കാൽവറിയിൽ ചങ്കു പിളർന്നവന്റെ ഗ്രൂപ്പിൽ മാത്രം നിൽക്കാൻ അവസാന തുള്ളി വരെയും ഊറ്റിത്തന്ന യേശുവിന് വേണ്ടി
മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ സന്നദ്ധരായ ഒരു തലമുറയെ ഇതിനകത്തുനിന്ന് ദൈവം വിളിക്കുന്നു. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. എന്റെ പ്രസംഗം കൊണ്ടല്ല, അഭിഷേകത്താലേ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആത്മാവിറങ്ങി വന്ന് വചനത്തോട് ചേർന്ന് വ്യാപരിച്ച് നിങ്ങളുടെ അകത്ത് അതാഴ്ത്തി എഴുതുക. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവശക്തി വ്യാപരിക്കുന്നത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. ഒന്ന് വാ തുറന്ന് പ്രാർത്ഥിച്ചേ. വാ തുറന്ന് പ്രാർത്ഥിച്ചേ, നിലവിളിച്ച് പ്രാർത്ഥിച്ചേ. ലോകത്തിന്റെ ഒരറ്റത്ത് വിശുദ്ധന്മാരെ വെട്ടിക്കൊല്ലുന്നു, ആരാധനാലയങ്ങൾ തല്ലിപ്പൊളിക്കുന്നു. നീ എന്ത് കളിച്ചോണ്ട് നടക്കുക? നിലവിളിക്ക്. ദൈവത്തിന്റെ തീ ഭാരതത്തിൽ കത്തട്ടെ. ചെറുമക്കളിൽ നിന്ന് ഒരു ഉണർവിന്റെ ജ്വാല ഭാരതത്തിലേക്ക് കത്തി പടരുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക.